എറണാകുളം പിറമാടം സെന്റ് ജോൺസ് പള്ളിയിലെ സംഘർഷത്തിൽ 22 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ആളുകൾക്കെതിരെയാണ് കേസ്. തർക്കം പരിഹരിക്കാൻ ഇന്ന് ജില്ലാ ഭരണകൂടം ഇരുവിഭാഗവുമായി ചർച്ച നടത്തും. അനിൽ ജോർജ് വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട് കൊച്ചിയിൽ നിന്ന്. അനിൽ ജോർജ്, ഇതിൽ ഈ പറഞ്ഞ പോലെ സഭാ തർക്കത്തിനൊക്കെ പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വീണ്ടും സഭാ തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നത് കണ്ടിരുന്നു. ചർച്ചയുണ്ട്. ഈ ചർച്ചയിൽ എത്ര കണ്ട് പ്രതീക്ഷയിലാണ് രണ്ട് വിഭാഗങ്ങളും? സേതു, ഇന്നത്തെ ചർച്ച എത്ര കണ്ട് വിജയമാകുമെന്ന കാര്യത്തിൽ ഇരുവിഭാഗത്തിനും യാതൊരു ഉറപ്പുമില്ല. കാരണം കോടതി വിധി അനുസരിക്കണം. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് 1934 ഭരണഘടന പ്രകാരം പള്ളി വിട്ടു നൽകണമെന്ന ഒറ്റ നിലപാടിൽ തന്നെയാണ് ഈ പള്ളിയിലും ഓർത്തഡോക്സ് വിഭാഗമുള്ളത്. എന്നാൽ 90% വിശ്വാസികൾ, ഇടവകയിലെ വിശ്വാസികൾ തങ്ങൾക്കൊപ്പമാണെന്നും അതിനാൽ തങ്ങളുടെ പള്ളി ആർക്കും വിട്ടു നൽകാനാവില്ല എന്നുമുള്ള നിലപാട് യാക്കോബായ വിഭാഗം ഇവിടെയും ആവർത്തിക്കുന്നുണ്ട്. അതിനാൽ എത്ര കണ്ട് ഈ ചർച്ച വിജയകരമാകും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷേ സംഘർഷമടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ജില്ലാ ഭരണകൂടം രാവിലെ 10 മണിക്ക് ശേഷം കളക്ടറേറ്റിൽ ഇരുവിഭാഗത്തോടും എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ തന്നെ ചർച്ച നടക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇതിനിടയിൽ ഇന്നലെ നടന്ന സംഘർഷത്തിൽ ഉൾപ്പെട്ട 22 പേർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇരുവിഭാഗത്തിലെയും ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പള്ളിക്കുള്ളിലെ സംഘർഷവും അതുപോലെ തന്നെ പള്ളിക്ക് പുറത്തുള്ള സംഘർഷവും കൂട്ടിച്ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. പോലീസിനെ തടഞ്ഞതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ കോടതിയലക്ഷ്യ നടപടിക്ക് ഇടയാകാത്ത തരത്തിൽ ഇന്നലത്തെ നടപടികളെ കൊണ്ട് എത്തിക്കുക എന്നതാണ് പോലീസിന്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി. അതിനാൽ കർശനമായ നടപടി, ഇന്നലത്തെ സംഘർഷത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു. ഈ കാര്യം കൂടി, എന്നാൽ ഈ കേസെടുത്ത കാര്യത്തിൽ തങ്ങളുടെ ആളുകളെ ഒഴിവാക്കണമെന്ന് ഇരുവിഭാഗവും ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ആവശ്യപ്പെടുകയും ചെയ്യും. ഏതായാലും ചർച്ച 10 മണിക്ക് ശേഷം കളക്ടറേറ്റിൽ നടക്കുകയും ചെയ്യും. ജില്ലാ കളക്ടർ ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം ഇരുവിഭാഗത്തെയും പ്രതിനിധീകരിച്ച ഇരുവിഭാഗത്തിൻ്റെയും വികാരിമാരും ഒപ്പം മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളടക്കമുള്ള ആളുകളും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ അനിൽ ജോർജ്, ശരി. ഇപ്പം ചർച്ച